മനസ്സന്മാരെ, ഞാൻ മജീദാണ്. 2150 രൂപക്ക് വേദന ഇല്ലാതെ കുട്ടികളുടെ സുന്നത്ത് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോട് 2-3 കാര്യം പറയാനുണ്ട്. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാം. ഞാൻ വീടിൻ്റെ തേപ്പെടുക്കുന്ന ആളാണ്. ഇപ്പോൾ ബംഗാളി റേറ്റിന് പണി എടുത്താൽ മാത്രമേ പണി കിട്ടുക. എന്നാൽ ഈ ബംഗാളികൾക്കും തന്നെ പണിക്കൂലി വെക്കണില്ല. കാരണം അവർ രാവിലെ 7 മണി തൊട്ടുകാണ്ട് രാത്രി 8 മണി 9 മണി വരെ പണി എടുത്തിട്ടും തന്നെ അവർക്ക് ചില ബംഗാളികൾക്ക് പണിക്കൂലി വെക്കണില്ല. അവരെ എന്നോട് പറഞ്ഞിരിക്കണേ. പിന്നെ പറയാനുള്ളത്, ഞാനും ബംഗാളി റേറ്റിന് പണി എടുത്തിട്ട് പണിക്കാർ പൈസ കൊടുത്തിട്ട് ചില പെരമെന്ന് പണിക്കൂലി എനിക്ക് ഒത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് ഇങ്ങോട്ടില്ലെങ്കിൽ ഏത് കടയിൽ നിന്നാണ് നല്ല സാധനം, അരി, പച്ചക്കറി, ഇറച്ചി, മീൻ, അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് തുണിക്കടയിൽ നിന്നാണ് നല്ല വസ്ത്രം കിട്ടുക, അത് വില കമ്മിയില്ലേ കടയിൽ പോയിക്കാണ്ട് നമ്മളും സാധനം മേടിച്ചുക. കാരണം ഇങ്ങോട്ടില്ലല്ലോ. അപ്പോൾ അതേമാതിരി നമ്മൾ അങ്ങോട്ടും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറഞ്ഞ റേറ്റിൽ കുട്ടികളുടെ സുന്നത്ത് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഹോസ്പിറ്റലിനെ പറ്റി പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മനുഷ്യന്മാരെ, ഈ ഹോസ്പിറ്റൽ കാളികാവ് ദയ ഹോസ്പിറ്റൽ ആണ്. ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലാണ്. ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം പാവപ്പെട്ട ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ സുന്നത്ത് കല്യാണം ഇവിടെ നിന്നാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, മജീദ് ഇവിടെ സുന്നത്ത് കല്യാണം ചെയ്യാൻ ചെറിയ പൈസ ഉള്ളൂ, എന്ന് വെച്ചാൽ 2150 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ സുന്നത്ത് കല്യാണം ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുക്ക് ചെയ്യണ നമ്പർ ഈ വീഡിയോസിൽ രേഖപ്പെടുത്തിയിരിക്കണേ. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. പിന്നെ പറയാനുള്ളത്, പ്രസവിച്ച മുതൽ തൊട്ട് ഏത് പ്രായക്കാരെയും സുന്നത്ത് കല്യാണം ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രി ഏത് നട്ടപ്പാതിരക്കും രോഗിയെ കൂട്ടി ചെന്നാൽ പരിശോധന ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ.